എന്താണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്ന ഇറാന്റെ ഡേർട്ടി ബോംബ്? പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുകയാണ്. അതിനിടെ ഇറാൻ ഡേർട്ടി ബോംബ് പ്രയോഗിക്കാൻ തുനിഞ്ഞേക്കും എന്ന സാധ്യത ഇന്റലിജൻസ് വൃത്തങ്ങൾ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ യുഎസിനെയും ഇസ്രയേലിനെയും ആശങ്കയിലാഴ്ത്തുകയാണ്. ആണവ മേഖലയുമായി ബന്ധപ്പെട്ട ആയുധമാണ് ഡേർട്ടി ബോംബ്. എന്നാൽ ആണവായുധമല്ല. ഡൈനാമിറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കളിലേക്ക് ആണവ വികിരണ ശേഷിയുള്ള പൗഡറുകളോ തരികളോ കലർത്തുന്നതാണ് ഡേർട്ടി ബോംബ്. ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമ്പോൾ സ്ഫോടനത്തിനൊപ്പം ആണവ വികിരണ ശേഷിയുള്ള വസ്തുക്കളും സമീപ പ്രദേശങ്ങളിലേക്ക് തെറിക്കും. ഈ സ്ഥലങ്ങൾ ആണവ മാലിന്യ സ്ഥലങ്ങളായി മാറും. ഒരു ആണവ ബോംബ് ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണതുപോലെയുള്ള പ്രദേശങ്ങൾ കുറഞ്ഞ സമയത്തിൽ അതീവ വിനാശകരമായ സ്ഫോടനവും വികിരണങ്ങളും ഉണ്ടാക്കുന്നു. എന്നാൽ ഡേർട്ടി ബോംബിൽ ഇത്തരം സ്ഫോടനമില്ല. സാധാരണ ഒരു ബോംബ് തന്നെയാണിത്. അതിനാൽ തന്നെ സ്ഫോടനത്തിൽ ഉയർന്ന അളവിൽ ആളുകൾ കൊല്ലപ്പെടുകയുമില്ല. പിന്നെന്താണ് ഡേർട്ടി ബോംബ്? അതിനെ എന്താണ് ഇത്രയും കുപ്രസിദ്ധമാക്കുന്നത്? ആണവ മാലിന്യത്തിന്റെ വിതരണം എന്നതാണ്. ഡേർട്ടി ബോംബ് ഒരു നഗരത്തിൽ വീണാൽ ആ നഗരത്തിലെ പല മേഖലകളിലേക്ക് ആണവ മാലിന്യം എത്തും. പെട്ടെന്ന് തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ആ നഗരത്തിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതായി വരും. ഇതെന്ത് ചെയ്യും? ആക്രമിക്കപ്പെടുന്ന രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കും. സ്വാഭാവികമായി ഡേർട്ടി ബോംബ് വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. 460 കിലോ സമ്പുഷ്ടീകൃത യുറേനിയം ഇറാന്റെ പക്കലുണ്ട്. 60% വരെ സമ്പുഷ്ടീകരിക്കപ്പെട്ട ഈ യുറേനിയം ഡേർട്ടി ബോംബ് ഉണ്ടാക്കാൻ പര്യാപ്തമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ഡേർട്ടി ബോംബ് വെറും ഒരു മലിനീകരണ ഉപകരണം മാത്രമാണ്. ആണവായുധം ഉണ്ടാക്കാൻ സങ്കീർണമായ സാങ്കേതിക വിദ്യയും ശുദ്ധീകരിച്ച യുറേനിയവും ആവശ്യമാണെങ്കിൽ ഡേർട്ടി ബോംബുകൾ ആശുപത്രികളിലും ലബോറട്ടറികളിലും കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കും. ഇറാൻ ഇതിനകം തന്നെ അവരുടെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ആണവ ബോംബിന് പകരം ഡേർട്ടി ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞതാണ് CIA-യും മൊസാദും സംശയിക്കുന്നത്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൊണ്ട് ഇത്തരം അപകടകാരികളായ ബോംബുകൾ ഉണ്ടാക്കാൻ വേഗം സാധിക്കുമെന്നാണ് വിദഗ്ധരും പറയുന്നത്. ഇത് പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ ഒന്നുകൂടി ഭയപ്പെടുത്തുന്നു. ഒരു രാജ്യത്തിന് ആവശ്യത്തിന് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, സ്ഫോടനാത്മക സാങ്കേതിക വിദ്യ, ശാസ്ത്രീയ വൈദഗ്ധ്യം ഇതൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് തീർച്ചയായും ഒരു ഡേർട്ടി ബോംബ് വികസിപ്പിക്കാൻ സാധിക്കും. ഇറാന് നിലവിലൊരു ആണവ പദ്ധതിയുണ്ട്. അതിനാൽ തന്നെ അത് നിർമ്മിച്ചിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ സംഘർഷം അത് കഴിഞ്ഞ് ഇറാൻ ഈ ഒരു രീതിയിൽ ഈ ഒരു റൂട്ടിലേക്ക് പോയി എന്നാണ് അമേരിക്കയും ഇസ്രയേലിനെയും ഒക്കെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മുൻപ് നടന്ന സംഘർഷത്തിൽ അമേരിക്കൻ B-2 ബോംബറുകൾ ഇറാന്റെ ആണവ നിലയത്തെ ആക്രമിച്ചിട്ട് പോലും സമ്പുഷ്ടീകരിച്ച് യുറേനിയം നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, തൊടാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടുണ്ടാക്കിയ ആക്രമണം തന്നെയായിരുന്നു അത്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഇവർ പറയുന്നത് ഇറാനിൽ 440.9 കിലോഗ്രാം, അതായത് 972 പൗണ്ട് ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ഇറാന്റെ കൈവശമുണ്ട് എന്നാണ്. ഒരു അണവായുധം നിർമ്മിക്കുന്നതിന് റേഡിയോ ആക്റ്റീവ് ലോഹം 90% എന്ന ആയുധ ഗ്രേഡ് ലെവലിലായിരിക്കണം വേണ്ടത്. നിലവിൽ ഇറാന്റെ കൈവശമുള്ള യുറേനിയത്തിന്റെ പരിശുദ്ധി വെറും 60%. IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പറയുന്നത് ഇത്തരം വസ്തുക്കൾ കൈവശം വയ്ക്കുന്നത് ഇറാന്റെ കൈവശം ഒരു ആണവായുധമുണ്ട് എന്നർത്ഥമാക്കുന്നില്ല എങ്കിലും കൂടുതൽ ഇതിനെ സമ്പുഷ്ടമാക്കിയാൽ ഒരുപാട് ബോംബുകൾ നിർമ്മിക്കാൻ തീർച്ചയായും അവർക്ക് സാധിക്കും. ഈ രംഗത്തെ ഇറാന്റെ മുന്നേറ്റം എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും ഇസ്രയേലിനും പോലും അറിയില്ല എന്നതാണ് വാസ്തവം. നിലവിൽ ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങളും ഇറാന്റെ പ്രതികാര ആക്രമണങ്ങളും രൂക്ഷമാകുന്ന സാഹചര്യം. ഈ സമയത്ത് ഇറാൻ ഒരു ഡേർട്ടി ബോംബ് പ്രയോഗിക്കുമോ എന്ന ചോദ്യം ശരിക്കും ഇസ്രയേലിന്റെയൊക്കെ ചങ്കെടുപ്പ് കൂട്ടുന്നു. ഇനി നമുക്ക് ഡേർട്ടി ബോംബ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ഒന്നോടിച്ചു പറയാം. ഡേർട്ടി ബോംബ് എന്ന് പറയുന്നത് ഡൈനാമൈറ്റ് പോലുള്ള സാധാരണ സ്ഫോടക വസ്തുക്കളുമായി റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെ സംയോജിപ്പിക്കുന്ന റേഡിയോ ആക്റ്റീവ് ഡിസ്പേഴ്സൽ ഉപകരണമാണ്. ഇതിനെ RDD എന്നാണ് പറയാറുള്ളത്. മിക്ക RDDകളും മനുഷ്യരെ കൊല്ലാനോ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാക്കാനോ ആവശ്യമായ വികിരണം പുറപ്പെടുവിക്കുന്നില്ല. പക്ഷേ പരമ്പരാഗതമായ സ്ഫോടക റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെക്കാൾ വലിയ അപകട സാധ്യത സൃഷ്ടിക്കും. ഒരു RDD സ്ഫോടനം പരിഭ്രാന്തി സൃഷ്ടിക്കും, ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കും. ഇതുമൂലം ചെലവേറിയ മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങൾ ആവശ്യമായി വരും. ഒരിക്കലും അതിനെ ഒരു ന്യൂക്ലിയർ ബോംബായി തെറ്റിദ്ധരിക്കരുത്. കാരണം രണ്ടാമത്തേത്, അതായത് ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത് ഡേർട്ടി ബോംബിനേക്കാൾ 1 ദശലക്ഷം മടങ്ങ് ശക്തമായ സ്ഫോടനം സൃഷ്ടിക്കുന്നതാണ്. മറുവശത്ത് ഒരു ഡേർട്ടി ബോംബിൽ നിന്നുള്ള വികിരണം സ്ഫോടന സ്ഥലത്തിന്റെ ഏതാനും ബ്ലോക്കുകളിലോ മൈലുകളിലോ ആണ് ചിതറിക്കിടക്കുക. കൂടാതെ മലിനീകരണവും ഭയവും ഉണ്ടാക്കുന്നതിനാൽ വൻതോതിലുള്ള തടസ്സപ്പെടുത്തലിന്റെ ആയുധം എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഡേർട്ടി ബോംബിൽ ഒരു സ്ഫോടക വസ്തുവിന് ചുറ്റും റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡ്രോണുകൾ, വാഹനങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ വഴി പോലും കൊണ്ടുപോകാൻ സാധിക്കും എന്ന പ്രത്യേകതയും ഉണ്ട്. ലക്ഷ്യത്തിലെത്തുമ്പോൾ സ്ഫോടക വസ്തു ശക്തമായ ഒരു സ്ഫോടനത്തിന് കാരണമാകും. ഇത് കൂട്ടക്കൊലയ്ക്ക് പകരം ഭീകരത, കുഴപ്പങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, നാശനഷ്ടങ്ങൾ എന്നിവയ്ക്കാണ് പ്രധാനമായും കാരണമാകുക. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നുവരെ ഒരു രാജ്യമോ രാഷ്ട്രീയതല സംഘടനയോ യുദ്ധത്തിൽ ഡേർട്ടി ബോംബ് ഉപയോഗിച്ചിട്ടില്ല. നിലവിലുള്ള വസ്തുക്കളിൽ നിന്ന് ഇറാൻ ഈ ബോംബ് നിർമ്മിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് അവർ ഇത്തവണ ഇസ്രയേലിന് നേരെയും
അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും ഉപയോഗിക്കും എന്ന് തന്നെയാണ് അമേരിക്ക കരുതുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രപരമായ നീക്കം അനിവാര്യമാണ് എന്ന നിലപാടിലാണ് അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെന്റഗൺ. എന്നാൽ അമേരിക്കയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന നീക്കവുമായി ഉത്തര കൊറിയയും രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാൻ ആവശ്യപ്പെട്ടാൽ ആണവായുധം നൽകാൻ തയ്യാറാണ് എന്നാണ് ഉത്തര കൊറിയ പറയുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ ബോംബാക്രമണം ആരംഭിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ ഈ സ്ഥിതി ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ്. 5000 ടൺ ഭാരമുള്ള പുതിയ നാവിക നശീകരണ കപ്പലിൽ നിന്ന് തന്ത്രപരമായ ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മുൻപിൽ പുതിയ പോർമുഖം കൂടിയാണ് ഉത്തര കൊറിയ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. കിം ജോങ് ഉൻ തന്നെയാണ് ഈ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. മാർച്ച് 4-ന് ചോഹ്യോൺ എന്ന നശീകരണ കപ്പലിൽ നിന്ന് കടലിൽ നിന്ന് കരയിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതാണ് കിം നിരീക്ഷിച്ചത്. രാജ്യത്തിനായുള്ള കടൽ പ്രതിരോധത്തിന്റെ പുതിയ പ്രതീകം എന്നാണ് കിം ഇതിനെ വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെയും സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയുടെയും ഭീഷണികളെ ചെറുക്കാൻ സൈനികമായി ശക്തമാകണം എന്ന് ആഗ്രഹിക്കുന്ന ഉത്തര കൊറിയ എല്ലാറ്റിനുമുപരി ആണവായുധ വികസനത്തിനും സൈനിക ശക്തിക്കുമാണ് മുൻഗണന നൽകുന്നത്. അമേരിക്കയിലെത്താവുന്ന മിസൈൽ പോർമുനയും ആണവായുധവും ഉണ്ട് എന്നൊരൊറ്റ കാരണത്താൽ മാത്രമാണ് ഉത്തര കൊറിയയെ അമേരിക്ക ആക്രമിക്കാതിരിക്കുന്നത്. ട്രംപ് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റായ സമയത്ത് അമേരിക്കയ്ക്ക് നേരെ ഉത്തര കൊറിയ ആണവ പോർമുന തിരിച്ചുവെച്ചു. ഓടി വന്ന് ചർച്ച നടത്തിയാണ് അന്ന് കിമ്മിന്റെ രോഷം ട്രംപ് ക്ഷമിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതി തീർത്തും വ്യത്യസ്തമാണ്. കോമാളിയിൽ നിന്നും അപകടകാരിയായി ട്രംപ് മാറുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്ക പ്രഹരിക്കണമെന്ന ചിന്ത ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ തന്നെ ശക്തമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധത്തിൽ പോലും ഇറാന് വലിയ ജനകീയ പിന്തുണ ലഭിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ എതിർക്കുന്ന എല്ലാ ജനങ്ങളും ഇറാന്റെ വിജയം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഉത്തര കൊറിയൻ ഭരണാധികാരിയും അത് തന്നെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആണവായുധം നൽകാൻ പോലും തയ്യാറാണെന്ന് കിം തുറന്നു പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.